BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വിവിധ അറബ് രാജ്യങ്ങളിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായി ജിംബൂട്ടിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി പ്രസിഡന്റ് ഇസ്മായിൽ ഉമിജിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ കൈമാറുകയും പ്രതിവാദ്യം നേരാൻ വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അറബ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ചർച്ചയിലുയർന്നു. ബഹ്റൈനും ജിംബൂട്ടിയും തമ്മിലെ ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും പ്രതീക്ഷിത നിലവാരത്തിലാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന അറബ് ഉച്ചകോടി വിജയത്തിലെത്തട്ടെ എന്ന് ഇസ്മായിൽ ഉമർ ആശംസിച്ചു. കൂടിക്കാഴ്ചയിൽ ജിംബൂട്ടിയിലെ ബഹ്റൈൻ അംബാസഡർ ഷെയ്ഖ് അലി ബിൻ അബ്ദുറഹ്മാൻ ബിൻ അലി അൽ ഖലീഫ, വിദേശകാര്യ മന്ത്രാലയത്തിലെ അറബ് ആഫ്രിക്കൻ കാര്യ വിഭാഗം മേധാവി അഹമ്മദ് മുഹമ്മദ് അദ്ദുറൈഫി, ഫോളോ അപ്പ് ആൻഡ് കോർഡിനേഷൻ മേധാവി സയ്യിദ് അബ്ദുൽ ഖാലിദ് സയ്യിദ് എന്നിവരും സന്നിഹിതരായിരുന്നു. UAE രാജകുടുംബം ഷെയ്ഖ് അസ ബിൻ സുൽത്താൻ ബിൻ സായിദ് അൽ നഹാന്റെ വേർപാടിൽ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് അനുശോചന സന്ദേശം അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർക്ക് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രത്യേകമായി അനുശോചനം അറിയിക്കുകയായിരുന്നു. പരേതന്റെ പരലോക മോക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യട്ടെ എന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി. തുനീഷ്യൻ പ്രസിഡന്റ് ഖൈസ് സയ്യിദുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. അറബ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി തുനീസിയയിലെത്തിയത്. മെയ് 16 ബഹ്റൈൻ ആതിഥ്യമരുളുന്ന 33ാമത് അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ ക്ഷണക്കത്ത് അദ്ദേഹം കൈമാറുകയും ചെയ്തു. രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ പ്രസിഡന്റിന് അദ്ദേഹം അറിയിച്ചു. ഭരണാധികാരികൾക്ക് പ്രത്യഭിവാദ്യം നൽകാൻ വിദേശകാര്യമന്ത്രിയെ ഖൈസ് സയ്യിദ് ചുമതലപ്പെടുത്തുകയും ചെയ്തു. 33ാമത് അറബ് ഉച്ചകോടി വിജയത്തിലെത്തട്ടെ എന്നും ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കൂടിക്കാഴ്ചയിൽ ബഹ്റൈന്റെ തുനീസിയൻ അംബാസഡർ അബ്ദുൽ അസീസ് മുഹമ്മദ് അൽ സയ്യിദ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ അറബ് ആഫ്രിക്കൻ കാര്യ വിഭാഗം മേധാവി അഹമ്മദ് മുഹമ്മദ് അദ്ദുറൈഫി, ഫോളോ അപ്പ് ആൻഡ് കോർഡിനേഷൻ വിഭാഗം മേധാവി സയ്യിദ് അബ്ദുൽ ഖാലിദ് സയ്യിദ് എന്നിവരും സന്നിഹിതരായിരുന്നു. ബഹ്റൈനിൽ ആദ്യമായി കോടതി വിധി ഇംഗ്ലീഷ് ഭാഷയിൽ നൽകി. കഴിഞ്ഞ ദിവസം റിവിഷൻ കോടതിയാണ് $18 മില്യൺ ബന്ധപ്പെട്ട ബാങ്കുകളുടെ തർക്കത്തിൽ വിധി പ്രസ്താവിച്ചത്. ബഹ്റൈൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കും വിദേശ രാജ്യത്തുള്ള ബാങ്കും തമ്മിലാണ് തർക്കമുണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വ്യാപാര കരാർ അനുസരിച്ച് ഇരു കൂട്ടരും പരസ്പര ധാരണയിലെത്താൻ റിവിഷൻ കോടതി നിർദ്ദേശിച്ചു. ബഹ്റൈനിലെ നിയമത്തിന് വിരുദ്ധമാകാത്ത രൂപത്തിലായിരിക്കണം ധാരണയെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ദറിലെ 600 മീറ്റർ നീളത്തിലുള്ള റോഡ് നവീകരണം പൂർത്തിയായതായി പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. ദറിലെ 231, 232, 233 ബ്ലോക്കുകളിലുള്ള റോഡാണ് നവീകരണം പൂർത്തിയായിട്ടുള്ളത്. മഴവെള്ള പൈപ്പുകളുടെ വിന്യാസം, നടപ്പാത നിർമ്മാണം, പാർക്കിംഗ് ഏരിയകളുടെ നിർമ്മാണം, പുതിയ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ, സിഗ്നലുകളും ബോർഡുകളും സ്ഥാപിക്കൽ എന്നിവയാണ് പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികളിൽ നേതൃപാഠവും ആശയവിനിമയ പ്രാവീണ്യവും പരിപോഷിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസിന് ഇസ ടൗൺ ക്യാമ്പസിൽ തുടക്കമായി. ദ്വിദിന സമ്മേളനത്തിന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചു. സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗം മുഹമ്മദ് നയാസ് ഉല്ല, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, MUN ഡയറക്ടർ ഛായ ജോഷി എന്നിവർ സന്നിഹിതരായിരുന്നു. ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ, ന്യൂ മിലേനിയൻ സ്കൂൾ, സേക്രഡ് ഹാർട്ട് സ്കൂൾ, ന്യൂ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ, ഇന്ത്യൻ സ്കൂൾ, ഏഷ്യൻ സ്കൂൾ, അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ,
അൽ ഹെക്മ ഇന്റർനാഷണൽ സ്കൂൾ, ഇബ്ൻ അൽ ഹൈതം ഇസ്ലാമിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് 2 ദിവസത്തെ സമ്മേളനത്തിന് 350ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺഫറൻസ് പൂർണ്ണമായും ആസൂത്രണം ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ്. ദേശീയഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. സംഘാടക സമിതി പ്രതിനിധികളായ ലക്ഷ്മി സുധീർ, ഭദ്ര ശ്രീകുമാർ എന്നിവർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ജനറൽ ജുമൈന ജുനൈസ് സമ്മേളനത്തിന്റെ ആരംഭ പ്രഖ്യാപനം നടത്തി. അനുമോദന പ്രസംഗത്തിൽ വിദ്യാർത്ഥികളുടെ വിമർശനാത്മക ചിന്തകൾ, നേതൃപരമായ കഴിവുകൾ എന്നിവ സമ്പന്നമാക്കാൻ സമ്മേളനം സഹായിക്കുമെന്ന് അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. തുടർന്ന് UN നയതന്ത്ര ശൈലിയിൽ വിദ്യാർത്ഥികൾ അവരവരുടെ കൗൺസിലുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി പിരിഞ്ഞു. ശനിയാഴ്ച സമാപന സമ്മേളനത്തിൽ ഓരോ കൗൺസിലിലും മികവ് തെളിയിച്ച പ്രതിനിധികൾക്ക് വിവിധ അവാർഡുകൾ വിതരണം ചെയ്യും. ലൈസൻസ് ഇല്ലാത്ത റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കാർ റിപ്പയർ ഷോപ്പുകൾ, വെയർ ഹൗസുകൾ എന്നിവർക്കെതിരെ കർശന നടപടിയെടുത്ത അധികൃതർ. സദേൺ ഗവർണറേറ്റിലെ അൽ അഫ്സിയിലാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയത്. ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. ബിസിനസ്സുകളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കാനും അനുയോജ്യമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാനുമായാണ് പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നതായും ചില സ്ഥാപനങ്ങളിൽ അനധികൃതമായി ഒന്നിലധികം വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കണ്ടെത്തി. സദേൺ ഗവർണറേറ്റ്, പോലീസ് ഡയറക്ടറേറ്റ്, ദേശീയത, പാസ്പോർട്ട്, താമസകാര്യങ്ങൾ, ആരോഗ്യ മന്ത്രാലയം, സദേൺ മുനിസിപ്പാലിറ്റി, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടത്തിയത്. അശാസ്ത്രീയ ചില്ലറ വ്യാപാരത്തിനെതിരെ മന്ത്രാലയം മുമ്പും നടപടി സ്വീകരിച്ചിരുന്നു. പെർമിറ്റില്ലാതെ പ്രവർത്തിക്കുന്ന പെറ്റ് സപ്ലൈ സ്റ്റോർ, വസ്ത്ര വിൽപ്പനശാല എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം വസ്ത്രങ്ങൾ വിൽക്കാൻ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിൽ നിന്ന് കേടായ ഫ്രോസൺ ചിക്കൻ അടക്കം പിടികൂടിയിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിചാരണ കോടതി ജഡ്ജിയുടെ സ്ഥലം മാറ്റത്തിനെതിരെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ. സ്ഥലം മാറ്റ വിചാരണ പൂർത്തിയാക്കുന്നത് വൈകിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിചാരണ പൂർത്തിയാകുന്നതുവരെ സ്ഥലം മാറ്റം നീട്ടിവെക്കണമെന്നും നിലവിലെ ജഡ്ജിയെ വിചാരണ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും മാതാപിതാക്കൾ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ജില്ലാ ജഡ്ജിമാരുടെ പൊതുസ്ഥലമാറ്റ ഉത്തരവിലാണ് വിചാരണ കോടതി ജഡ്ജിയെ തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റിയത്. ഇതിനെതിരെയാണ് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വീട്ടിൽ സോളാർ സ്ഥാപിച്ചിട്ടും അമിത ബിൽ ലഭിച്ചെന്നും KSEB കാട്ടുകള്ളന്മാരാണെന്നുമുള്ള മുൻ DGP R ശ്രീലേഖയുടെ ആരോപണത്തിൽ വിശദീകരണവുമായി KSEB ഉപയോഗിച്ച വൈദ്യുതിക്കുള്ള ബില്ലേ നൽകിയിട്ടുള്ളൂ. 5 കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് സൗരോർജ്ജ നിലയമാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഏപ്രിൽ 557 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിച്ചത്. തത്സമയ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള 290 യൂണിറ്റ് ഗ്രിഡിലേക്ക് നൽകി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 399 യൂണിറ്റ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് മണിക്കൂറിൽ 247 യൂണിറ്റ്, രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഓഫ് പീക്ക് മണിക്കൂറുകളിൽ 636 യൂണിറ്റ് എന്നിങ്ങനെ വീട്ടിലെ ആകെ വൈദ്യുതി ഉപയോഗം 1282 യൂണിറ്റ് ആയിരുന്നു. ആകെ ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകിയ യൂണിറ്റ് കുറച്ച് നൽകുന്ന വൈദ്യുതിയാണ് KSEB ബിൽ ചെയ്യുക. അതായത് 1282 നിന്ന് 290 കുറച്ച് 992 യൂണിറ്റാണ് ബില്ല് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സംവിധാനത്തേക്കാൾ മെച്ചമാണ് ബാറ്ററിയിൽ സൂക്ഷിച്ച പിന്നീട് ഉപയോഗിക്കാനാവുന്ന ഓഫ് ഗ്രിഡ് സംവിധാനം എന്ന വാദം വിചിത്രമാണെന്നും KSEB അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും സമരക്കാരും കടുംപിടുത്തം തുടർന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ അനിശ്ചിതത്വം കനക്കുന്നു. സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തിൽ മിക്ക സ്ഥലത്തും ടെസ്റ്റ് മുടങ്ങി. 9 ദിവസമായി തുടരുന്ന സമരത്തിൽ 75,000 ലൈസൻസ് ടെസ്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. പോലീസ് കാവലിൽ ടെസ്റ്റ് നടത്താനുള്ള ശ്രമവും വിജയം കണ്ടില്ല. തൃശൂർ അത്താണിയിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ശവക്കുഴി ഒരുക്കിയായിരുന്നു സമരം. താമരശ്ശേരിയിലും കൊല്ലം ആശ്രാമത്തും പ്രതിഷേധത്തിന്റെ ഭാഗമായി കഞ്ഞിവെച്ചു. കൊല്ലം ചുറ്റുമുലയിൽ പഴയ വാഹനങ്ങൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ റോഡിൽ കിടന്നും പ്രതിഷേധം നടന്നു. മലമ്പുഴയിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ കപ്പയും കട്ടൻ ചായയും ഒരുക്കിയാണ് സമരം ചെയ്തത്. അതേസമയം വെള്ളിയാഴ്ച വിവിധ ഓഫീസുകളിലായി 86 അപേക്ഷകരെത്തിയെന്നും അധികൃതർ പറയുന്നു. ഇതിൽ 84 പേർ ടെസ്റ്റിൽ പങ്കെടുത്തു. ഇതിൽ 63 പുതിയ അപേക്ഷകളാണ്. വെള്ളിയാഴ്ച ചടയമംഗലത്ത് മാത്രമാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ടെസ്റ്റ് നടന്നത്. ഇതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായി KSRTC നൽകിയ സ്ഥലം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ടെസ്റ്റ് നടത്താൻ കഴിയും വിധത്തിൽ ഇവിടങ്ങളിൽ ക്രമീകരണം വേണം. കഴക്കൂട്ടം, ചാത്തന്നൂർ, പന്തളം, എടത്വ, തേവര, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, നിലമ്പൂർ, കോഴിക്കോട്, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഉടൻ ഉപയോഗിക്കാൻ പാകത്തിൽ ഭൂമിയുള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.